നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളമിറങ്ങാതെ കിടക്കുകയാണെങ്കിൽ പോലും അതറിയേണ്ട കാര്യമില്ല. ശങ്കർദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്തിരിക്കണമെന്നും ആശുപത്രി കിടക്കയിൽ നിന്നാണെങ്കിൽ പോലും തൂക്കിയെടുത്തിരിക്കണമെന്നും ഹൈക്കോടതി കട്ടായം പറയുമ്പോൾ ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകാനോ ഈ കാട്ടുകള്ളന്മാർക്ക് ഒരു ദയാദാക്ഷിണ്യം പോലും കൊടുക്കാൻ ഒരുക്കമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ. അതായത് ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചിട്ട് തിന്നു കൊഴുക്കാമെന്നും 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കിയിടാമെന്നും കണക്ക് കൂട്ടിയവർ അയ്യപ്പൻ വെറും കല്ലാണല്ലോ, ശബ്ദിക്കില്ലല്ലോ എന്നുള്ള അഹങ്കാരത്തിലും അഹമ്മദിയിലുമാണല്ലോ അവിടെ കൊള്ള നടത്തിയത്. എന്നാൽ അയ്യപ്പന് വേണ്ടി ചോദിക്കാൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് എന്ന് ഇപ്പോൾ തെളിയുകയാണ്. വിശ്വാസികൾ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഈ വിധിയെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് അയ്യപ്പന്റെ ശബ്ദമാണ്, ശബരിമലയിൽ നിന്നുള്ള ശബ്ദമാണ്. കൊള്ളയടിച്ച ഒരുത്തനെയും വിടാൻ ഹൈക്കോടതി ഒരുക്കമല്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മരണക്കിടക്കയിലായിരുന്നിട്ട് പോലും ഒരു സഹതാപം പോലും കോടതിയിൽ നിന്ന് ഉണ്ടാകാത്തത് ശങ്കർദാസിന്റെ കാര്യത്തിൽ. ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം വീണ്ടും ഹൈക്കോടതി ജഡ്ജി ആവർത്തിച്ചിരിക്കുകയാണ്. SIT പതിവ് പോലെ തലയും കുനിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇനിയും ശങ്കർദാസിനെ തൂക്കിയെടുക്കാതെ നിവർത്തിയില്ല എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ ആ നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇവിടെ ഹൈക്കോടതിയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇതിനു മുൻപ് പല കേസുകൾ വന്നപ്പോഴും പല കേസുകളിൽ വിധി പറഞ്ഞപ്പോഴും ഒക്കെ മലയാളികൾ കോടതികളെ പഴിച്ചിട്ടുണ്ട്. ഇതെന്ത് വിധിയാണ് ഈ പറയുന്നത്? അനീതിക്ക് കൂട്ടുനിൽക്കുകയാണോ കോടതികൾ പോലും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. പല കേസുകളിലും നമ്മൾ ജനങ്ങളുടെ ഈ വൈകാരികമായ ഇടപെടൽ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി ഏറ്റവും അനുകൂലമായ രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത്. ശബരിമലയിൽ കൊള്ള നടത്തിയ ഒരു കാട്ടുകള്ളൻ പോലും ഒരു നിയമത്തിന്റെ ഒരു പഴുതുപോലും ഉപയോഗിച്ച് രക്ഷപ്പെടാതിരിക്കാനുള്ള പൂട്ടാണ് ഹൈക്കോടതി പൂട്ടുന്നത്. ഇതിൽ നിന്ന് പല കേന്ദ്രങ്ങളും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ സിംഹഗർജനത്തിൽ പല കേന്ദ്രങ്ങളും വിറങ്ങലിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉടുമ്പിൻ പിടുത്തമാണ് പിടിച്ചിരിക്കുന്നതെന്ന് മുൻപ് ഞാൻ പല തവണ ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാളെയും വെറുതെ വിടാൻ കോടതി ഒരുക്കമല്ല. ചാകാറായി കിടക്കുന്നവർ പോലും ആണെങ്കിലും അവരോട് പോലും ഒരു ദയയും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. ഈ കാട്ടുകള്ളന്മാർ എല്ലാവരും അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കണം. അധികാരത്തിന്റെ ബലത്തിലാണല്ലോ ഈ കിടന്ന് അഹങ്കരിച്ചതും അയ്യപ്പനെ കൊള്ളയടിച്ചതും. എന്നാൽ ആ അധികാരത്തിന് പോലും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ കാട്ടുകള്ളന്മാരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയാം, ശങ്കർദാസും വിജയകുമാറും പത്മകുമാർ, വാസു തുടങ്ങി ഈ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും സമൂഹത്തിൽ മതിച്ചു പുളച്ചു നടന്നവരാണ്. ഇവരുടെ ഒന്നും അറസ്റ്റ് പോലും സംഭവിക്കുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ശങ്കർദാസിനെയും തൂക്കി അകത്തിട്ടിരിക്കണമെന്ന് കട്ടായം പറയുന്നത്. ഇവിടെ നീതി നടപ്പാക്കപ്പെടുമെന്നും അയ്യപ്പന്റെ സമ്പത്ത് കൊള്ളയടിച്ചവർ രക്ഷപ്പെടില്ല എന്നും വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് അഴിക്കുള്ളിൽ കിടന്ന് ഈ കാട്ടുകള്ളന്മാർ എല്ലാവരും അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കണം എന്നുള്ള പ്രഖ്യാപനമാണ്, ആ ഉത്തരവാണ് കോടതി ഇടുന്നത്. ആ ഉത്തരവ് ശരിക്കും അയ്യപ്പന്റെ കോടതിയിൽ നിന്നാണ് വരുന്നത്. ഹൈക്കോടതിയുടെ ശബ്ദം അയ്യപ്പന്റെ ശബ്ദമായിട്ടാണ് ഓരോ വിശ്വാസിയും കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർത്തപ്പോൾ മുതൽ ശങ്കർദാസ് ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നും എന്തൊക്കെ അസംബന്ധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് KP ശങ്കർദാസ് എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തു. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് രൂക്ഷമായ ഭാഷയിൽ SITയെയും പോലീസ് സേനയെയും മുൾമുനയിൽ നിർത്തിയത്. ഇതിനു മുൻപും നമ്മൾ കണ്ടതാണ് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും കാര്യത്തിൽ ഹൈക്കോടതി പോലീസിനോട് പൊട്ടിത്തെറിക്കുന്നത്. അന്നും ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പച്ചയ്ക്ക് കോടതി ചോദിച്ചു. അന്ന് അപകടം നടത്തതായിരുന്നു SITക്ക്. പിന്നീട് നമ്മൾ കണ്ടതാണ് തിടുക്കപ്പെട്ട് വിജയകുമാറിന്റെ അറസ്റ്റ് SIT നടത്തുന്നതൊക്കെ. പിന്നെ കണ്ടത് തന്ത്രിയിലേക്ക് SIT പോകുന്നതായി. തന്ത്രിയുടെ അറസ്റ്റിൽ രാഷ്ട്രീയ കളി നടന്നിരിക്കുന്നു എന്ന് പലരും ആവർത്തിച്ചു പറയുമ്പോഴും തന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യം തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്.
എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. പലപ്പോഴും നമ്മൾ കരുതിയിരുന്നത് ശങ്കർദാസ് അസുഖം അഭിനയിക്കുകയാണ് എന്നായിരുന്നു. അതായത് പക്ഷാഘാതം വന്ന് ശങ്കർദാസ് വീണു എന്നായിരുന്നു വാർത്തകൾ വന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാവരും അതിനെ ഇതൊരടവായിട്ടാണ് കണ്ടത്. എന്നാൽ ഇന്നിപ്പോൾ ശങ്കർദാസ് മരണക്കിടക്കയിലാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. കാരണം ആശുപത്രിയിൽ നിന്നുള്ള ശങ്കർദാസിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ശങ്കർദാസ് അടപടലമാണ് വീണിരിക്കുന്നത്. അയ്യപ്പന്റെ സമ്പത്തിൽ കൈവച്ചപ്പോൾ ഇവരാരും അന്നോർത്തില്ല വരാനിരിക്കുന്നത് മുട്ടൻ പണികളാണെന്ന്. അന്ന് ഇവരെ എല്ലാവരെയും നയിച്ച ഒരു അഹന്ത അധികാരം കൂടെ ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും. എന്നാൽ ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുകയാണ്, എവിടെ പോയി ആ അധികാരം? നിങ്ങളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ആ അധികാരം ഇപ്പോൾ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? എത്ര വലിയവനാണെങ്കിലും ഇങ്ങ് താഴെ വന്നേ സമ്മാനമുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ? അത് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കൊള്ളക്കൂട്ടം മുഴുവൻ ഇപ്പോൾ അങ്ങ് കൊമ്പത്തൂന്ന് താഴേക്ക് വന്നിരിക്കുകയാണ്. ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതെല്ലാം കോടതി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തു. അതായത് SIT ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് IPS ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി കൃത്യമായി ചോദിച്ചിരിക്കുന്നത്. SITക്ക് അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് SIT ഇനി അടുത്ത ശങ്കർദാസിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനിയും അധികം വൈകിപ്പിക്കാൻ കഴിയില്ല. പിന്നെയുള്ളതാണ് തന്ത്രി കഴിഞ്ഞല്ലോ. ഈ മന്ത്രി എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല? ആ ചോദ്യമായിരിക്കും ഇനി വരാൻ പോകുന്നത്. നമുക്കറിയാം, തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശങ്കർദാസിനെയും മന്ത്രിയെയും അറസ്റ്റ് ചെയ്യുന്നില്ല? ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ, അതോ അധികാര കേന്ദ്രങ്ങളിലുള്ളവർക്ക് അവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണോ തന്ത്രിയെ കുടുക്കിയതിലൂടെ നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ശങ്കർദാസിന്റെ അറസ്റ്റിന് പോലീസും ഒന്ന് മടിച്ചത് അയാൾ ശരശയ്യയിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. അതായത് ശങ്കർദാസ് മരണക്കിടക്കയിലാണ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഡോക്ടർമാരും അതുതന്നെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും കോടതി മുഖവിലക്കെടുക്കുന്നതേയില്ല. ഒരു ദയയും കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞു വെക്കുകയാണ്. എത്രയും പെട്ടെന്ന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാമോ അത് തന്നെ ആയിരിക്കും SITക്ക് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയുടെ മുൻപിൽ ഇങ്ങനെ പഴി കേട്ട് നിൽക്കേണ്ടി വരും. ആഭ്യന്തര മന്ത്രിയും ഇപ്പോൾ ഒന്ന് വിറങ്ങലിക്കുകയാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരുത്തന് പോലും കോടതി ഒരിളവ് കൊടുക്കുന്നില്ലല്ലോ എന്ന് കണ്ടിട്ട്. അപ്പോൾ ബാക്കിയുള്ള കള്ളന്മാരുടെ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല, നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ കണ്ടതാണ്. അറസ്റ്റിലായ എല്ലാവരും തുടരെ ജാമ്യത്തിന് ഹർജികൾ കൊടുത്തിരുന്നു. എന്നാൽ ഊടുപാട് അതെല്ലാം കീറിയെറിയുകയായിരുന്നു കോടതികൾ ചെയ്തത്. ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷയും അതുപോലെ തന്നെ ജാമ്യ ഹർജിയും ഒക്കെ കീറിയെറിഞ്ഞു. കീഴ്ക്കോടതികളും ഇതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. ഹൈക്കോടതി മുൻപ് തന്നെ കീഴ്ക്കോടതികളോട് പറഞ്ഞതാണ് ശബരിമല കേസിൽ ഏറ്റവും ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത്. അതുകൊണ്ട് ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നല്ലോ ശങ്കർദാസ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അതായത് ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ ആ പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ശങ്കർദാസിനുണ്ടായ അനുഭവം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്തായിരുന്നു ശങ്കർദാസിനോട് സുപ്രീം കോടതി പറഞ്ഞത്? അങ്ങനെ ആ പരാമർശം നീക്കം ചെയ്യാൻ കഴിയില്ല, കൊള്ള നടന്നവന്മാരെല്ലാം പോയി അകത്ത് കിടക്കൂ എന്നുള്ള നിലപാടായിരുന്നു സുപ്രീം കോടതിയും സ്വീകരിച്ചത്. കോടതികൾ ഈ കാട്ടുകള്ളന്മാർക്ക് നോ എൻട്രി ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ഉടായിപ്പും കൊണ്ട് ഇനി ചാകാൻ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാലും കോടതി ആ ഹർജിയും കീറിയെറിയും. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോടൊന്നും കോടതിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനിയും ജാമ്യ ഹർജിയും കൊണ്ട് ഒരുത്തനും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും, അതുപോലെ ഈ ഭരണത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഈ പവർ കൊണ്ട് കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കാം എന്നുള്ള കളിയാണ് നടക്കുന്നതെങ്കിൽ അതൊന്നും കോടതിയിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ പത്മകുമാറിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ കോടതിയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു.
ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ ആളാണ് പത്മകുമാർ. 50 ദിവസത്തിലേറെയായി ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കരുണ കാണിക്കണമെന്ന് പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതിയോട് അങ്ങ് അപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു KP ശങ്കർദാസിന്റെ ആശുപത്രിവാസം കോടതി അന്വേഷണ സംഘത്തെ ഓർമ്മിപ്പിച്ചത്. പത്മകുമാറിനൊപ്പമുള്ള മറ്റൊരു ദേവസ്വം ബോർഡ് അംഗം കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. ഇപ്പോഴും അയാൾ ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങുകയായിരുന്നു ഹൈക്കോടതി. ജസ്റ്റിസ് ബദറുദ്ദീൻ ഇക്കാര്യം പറഞ്ഞതിന് പിന്നിൽ സുപ്രീം കോടതി വരെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പോയ ശങ്കർദാസിന്റെ കാലതാമസമെടുക്കുന്ന ആശുപത്രി വാസം തന്നെയായിരുന്നു. ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്നായിരുന്നു ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ ചോദിച്ചത്. അവിടെ നിന്നും അടികിട്ടി, ഹൈക്കോടതിയിൽ നിന്നും അടികിട്ടി, കീഴ്ക്കോടതിയിൽ നിന്നും അടികിട്ടി, അടികിട്ടി കരണം പൊളിഞ്ഞു കിടക്കുകയാണ് ശങ്കർദാസ് ഇപ്പോൾ. എന്നിട്ടും കോടതി ഇപ്പോഴും ആ രൂക്ഷമായ ഭാവത്തിൽ, അല്ലെങ്കിൽ ആ രൗദ്രഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹൈക്കോടതി നിൽക്കുന്നത്. എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലവിട്ടുകൊണ്ടുള്ള, പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോഴും അന്വേഷണ സംഘം പറയുന്നത് അയാൾ ആശുപത്രിയിലാണ്. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെള്ളമിറങ്ങാതെ കിടക്കുകയാണെങ്കിലും തൂക്കിയെടുത്തിരിക്കണമെന്ന് കടുത്ത ഒരു ഭാഷയിലേക്ക് ഹൈക്കോടതി പോകുന്നു. ഇവിടെയൊക്കെയാണ് അയ്യപ്പന്റെ ഒരു ഇടപെടൽ, സാന്നിധ്യം നമ്മൾ കാണുന്നത്. അതായത് അയ്യപ്പനെ കൊള്ളയടിച്ചാൽ അതൊന്നും പുറത്തേക്ക് പോകില്ല എന്നുള്ളതായിരുന്നല്ലോ ഈ കാട്ടുകള്ളന്മാരുടെ ഓവർ കോൺഫിഡൻസ്. കാരണം അയ്യപ്പൻ ഒരു കല്ലാണല്ലോ, കല്ല് സംസാരിക്കില്ല, കല്ലൊന്നും അറിയുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ധാരണ. എന്നാൽ അത് കല്ലല്ല, കാരിരുമ്പായിരുന്നു എന്ന് ഇന്ന് ഓരോ കാട്ടുകള്ളനും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പൻ പല രീതിയിലായിരുന്നു ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് ഓരോ ഹിന്റുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, അമ്മാവനകത്തായതിൽ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ചാനലുകളിൽ മുഴുവൻ വന്നിരുന്ന് അമ്മാവന് വേണ്ടി വാദിക്കുകയൊക്കെ ആയിരുന്നല്ലോ. അയ്യപ്പൻ അങ്ങനെ പക വീട്ടുന്ന ആളല്ല, അയ്യപ്പൻ KGF-ലെ റോക്കി ഭായ് ഒന്നുമല്ല, അത് ശാന്തനായ ഒരു ദൈവമാണ്, ശാന്ത സ്വരൂപനാണ് അയ്യപ്പൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയാറില്ലേ. ശാന്തസ്വരൂപനൊക്കെയാണ്, സമ്മതിക്കുന്നു. അവിടെ ഒരു ധ്യാന നിമഗ്നനായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. പക്ഷേ അതിനു മുൻപുള്ള അയ്യപ്പൻ്റെ ചരിത്രം രാഹുൽ ഈശ്വർ കേരളത്തെ പറഞ്ഞു പഠിപ്പിക്കാനൊന്നും നിൽക്കരുത്. കാരണം അനീതിക്കെതിരെ ശബ്ദിക്കുകയും വാളെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. കാട്ടുകള്ളന്മാരെ ഇതിനു മുൻപും നേരിട്ട കഥകളൊക്കെ, അയ്യപ്പൻ്റെ കഥകൾ ഇവിടുത്തെ കേരളത്തിലെ ഓരോരുത്തർക്കും അറിയാം. മഹിഷി മർദ്ദനമൊക്കെ കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവം ചിലപ്പോഴൊക്കെ പ്രതികരിക്കും. അത് ഈ രീതിയിലൊക്കെ ആയിരിക്കും. ഹൈക്കോടതിയെയും അവിടെ ഇരിക്കുന്ന ജഡ്ജിയെയും ഒക്കെ ഇപ്പോൾ കേരളത്തിലെ വിശ്വാസികൾ കാണുന്നത് അയ്യപ്പൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ 1 ഇഞ്ച് പിന്നോട്ടേക്കില്ലാതെ സംഹാര രൂപമെടുത്ത് ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത്. അടി കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് പുറം പൊളിയും ഇനി ഓരോ കാട്ടുകള്ളൻ്റെയും. ഇപ്പോൾ തന്നെ അഴിക്കുള്ളിൽ സമനില തെറ്റി കിടക്കുകയാണ് ഓരോരുത്തരും. വാസുവും പത്മകുമാറും ഒക്കെ സമനില തെറ്റി നിൽക്കുകയാണ്, ഭ്രാന്തിളകി നിൽക്കുകയാണ്. ആ 4 ചുവരുകൾക്കുള്ളിലെ ജീവിതം അവർക്ക് പറ്റുന്നില്ല. പുറത്ത് മതിച്ചു പുളച്ച് നടന്നവർ എവിടേക്കും അനങ്ങാൻ കഴിയാതെ ഒരു അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ശങ്കർദാസോ ആശുപത്രി കിടക്കയിലും കിടന്ന് നരകിക്കുന്നു. ഇതൊക്കെയാണ് ദൈവം കൊടുക്കുന്ന മറുപടികൾ. മനുഷ്യന്റെ രൂപത്തിൽ ദൈവം വന്ന് മറുപടികൾ കൊടുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.